ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. സമയം ഓൾറെഡി ഒരു 9:36 ആയിട്ടുണ്ട്. വളരെ കുറച്ച് ഡൗൺ ആണ്, 0.16% ഡൗൺ ആണ് മാർക്കറ്റ്. താഴെ ഒരു ലിക്വിഡിറ്റി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ടാപ്പ് ചെയ്തില്ല. ഒരു 24,919.8 ഈ ഒരു ഏരിയയിൽ ഒരു ലിക്വിഡിറ്റി മാർക്ക് വെച്ചിട്ടുണ്ട്, പക്ഷേ അത് ടാപ്പ് ചെയ്തില്ല. അത് ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്വിംഗ് ലോ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, ഒരു ക്യാൻഡലിൻ്റെ ലോ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, സ്വിംഗ് ലോ ആണ്. അത് ടാപ്പ് ചെയ്തില്ല, പക്ഷേ ആ സെയിം ക്യാൻഡലിൻ്റെ അപ്സൈഡും ഒരു ലിക്വിഡിറ്റി ഉണ്ട്. അത് ടാപ്പ് ചെയ്തിട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. പ്രീവിയസ് ഡേയ്സിൽ മാർക്ക് ചെയ്ത ലെവലാണ്. അത് ടാപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പ്രോഫിറ്റ് ആണ്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ലാസ്റ്റ് ഡേ. ഓക്കെ, സോ ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേലേക്കായിരിക്കും എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക നിലവിൽ. ഇപ്പം മാർക്കറ്റ് നിൽക്കുന്ന ഒരു കണ്ടീഷനിൽ മാർക്കറ്റ് താഴേക്ക് തന്നെ വരാനാണ് ഞാനൊരു പ്രോബിലിറ്റി കാണുന്നത്. താഴെ വന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ഒരു ലിക്വിഡിറ്റി 24,919.8 ടാപ്പ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ആണുള്ളത്. സോ അത് ടാപ്പ് ചെയ്യുന്നവരെ നമ്മൾ താഴേക്ക് നോക്കാം, ഒരു പുട്ട് ഓപ്ഷനിലുള്ള എൻട്രിക്ക് നോക്കാം. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മേലേക്ക് ഒരു എൻട്രി നോക്കാം. അതിൽ എൻട്രി എടുക്കുന്ന സമയത്ത് സ്ട്രൈക്ക് 25,050 25,050 അല്ല, ഇന്നിപ്പോൾ 27th ആണ് ഡേറ്റ്. സോ എക്സ്പയറി ഡേ ആണ്. എക്സ്പയറി ഡേ ഒന്നെങ്കിൽ കറക്റ്റ് ATM അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ATM എന്നുള്ള രീതിയിലാണ് എടുക്കൽ. ഇന്നിപ്പോൾ രാവിലെ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ, ഇനിയും കുറേ ടൈം ഉണ്ടല്ലോ, അതുകൊണ്ട് കറക്റ്റ് ATM തന്നെ നമുക്ക് നോക്കാം. 25,050 സ്ട്രൈക്ക് നോക്കി നോക്കാം. അതായത് നിലവിലിപ്പം മാർക്കറ്റ് നിൽക്കുന്ന ഒരു ലെവലിൽ തന്നെ നമുക്ക് താഴേക്ക് ഒരു എൻട്രി വരികയാണെന്നുണ്ടെങ്കിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രൈക്കിലായിരിക്കും നമ്മൾ എൻട്രി എടുക്കുക. 25,050 പുട്ട് ഓപ്ഷനിൽ ഏകദേശം ഈ 70-80 റുപ്പീസ് റേഞ്ചിലൊക്കെ ആണുള്ളത്. കുഴപ്പമില്ല, ഈ സ്ട്രൈക്കിൽ തന്നെ എടുക്കുന്നതാണ് നല്ലത്. ഇവിടെ നിന്ന് എൻട്രി കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. മാർക്കറ്റ് നല്ല രീതിക്ക് മേലേക്ക് തന്നെ കയറി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ലിക്വിഡിറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ ഒക്കെ എടുത്തിട്ടാണ് എൻട്രി വരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല എൻട്രി ആയിരിക്കും. കാരണം ഒരു ഇന്നത്തെ ഡേ ഹൈ ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിരിക്കുമല്ലോ, അത് ടാപ്പ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പവർഫുൾ ആയിരിക്കും എൻട്രി. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ഏരിയ തന്നെ കിട്ടുകയാണെങ്കിൽ 25,050 നോക്കാം. അതല്ല ഡേ ഹൈ 25,131 അവിടെയൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്ട്രൈക്കിലേക്ക് നോക്കേണ്ടി വരും. 25,100 ഇപ്പം നിൽക്കുന്ന ഒരു ലെവലിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ തന്നെ 25,100 നോക്കേണ്ടി വരും. അതിൻ്റെ മേലേക്ക് പോകണമെങ്കിൽ 150 ഒക്കെ നോക്കേണ്ടി വരും. നമുക്ക് നോക്കി നോക്കാം. നമുക്ക് അതിൻ്റെ കൂടെ കോൾ ഓപ്ഷൻ്റെ അവസ്ഥ എന്താണുള്ളത് കൂടെ ജസ്റ്റ് നോക്കി നോക്കാം. 24,950 കോൾ ഓപ്ഷനിൽ മൊമെൻ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കലുണ്ട്. ഇപ്പം ട്രേഡിങ്ങിൽ ചെറിയൊരു കാര്യം കൂടെ നോക്കുന്നുണ്ട്. ട്രേഡ് എടുക്കുന്ന സമയത്ത് ചാർട്ടും നിഫ്റ്റി ചാർട്ട് മാത്രമല്ലാതെ ഓപ്ഷൻസിൻ്റെ ചാർട്ടിലുള്ള കുറച്ച് മൊമെൻറ്റും ഡൈവേർജൻസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കലുണ്ട് കോൾ ഓപ്ഷൻ്റെ പുട്ട് ഓപ്ഷൻ്റെ ചാർട്ടിൽ. അപ്പോൾ മേലേക്ക് എൻട്രി നോക്കുകയാണെങ്കിൽ ശരി, താഴേക്ക് എൻട്രി നോക്കുകയാണെങ്കിൽ ശരി, ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഓപ്ഷൻ ചാർട്ടും കൂടെ നോക്കും. അതായത് ഇപ്പോൾ പുട്ട് ഓപ്ഷനിലാണ് എൻട്രി നോക്കണമെന്നുണ്ടെങ്കിൽ കോൾ ഓപ്ഷനും കൂടെ നോക്കും. അതിൻ്റെ ചാർട്ടിലുള്ള മൊമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വാച്ച് ചെയ്യും. സോ പുട്ട് ഓപ്ഷൻ നമ്മൾ നിഫ്റ്റി കുറച്ചുകൂടെ മേലെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ 25,100 ആയി. ഇവിടെ നിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് 25,100 കോൾ ഓപ്ഷനിൽ നോക്കാം. സ്ട്രൈക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. നല്ല രീതിക്ക് ബുള്ളിഷ് അല്ല, നല്ല രീതിക്ക് മേലെ കയറി വരുന്നുണ്ട്. പക്ഷെ മാർക്കറ്റ് ബുള്ളിഷ് എന്നുള്ളൊരു ഫീലിംഗ് ഒന്നുമില്ല. കുറച്ചൊന്ന് താഴേക്ക് ഇറങ്ങി ചെറിയ രീതിക്ക് മേലേക്ക് വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. നല്ല മൊമെൻ്റ് ഉണ്ട് മാർക്കറ്റിൽ. താഴേക്ക് ഒന്ന് രാവിലെ താഴേക്ക് പോയപ്പോഴാണെങ്കിൽ ശരി, മേലേക്ക് പോയപ്പോഴാണെങ്കിൽ ശരി, രണ്ട് സൈഡിലേക്ക് നല്ല മൊമെൻ്റ് ഉണ്ട്. നമുക്ക് ആ സ്ട്രൈക്ക് ഇവിടെ ഇതിൽ ഫ്ലാറ്റ് റേറ്റിലും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് റെഡി ആക്കി വെക്കാം. 25,100 പുട്ട് ഓപ്ഷൻ ബൈ അടിച്ചു കൊടുക്കാം. ക്വാണ്ടിറ്റി ഞാൻ 260 ക്വാണ്ടിറ്റിയാണ് സെലക്ട് ചെയ്യണത്. 260 എന്ന് പറയുമ്പം ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 65 ക്വാണ്ടിറ്റിയാണ്. 260 വരുമ്പോൾ 4 ലോട്ടായിരിക്കും വരിക. ഇപ്പോൾ ഞാൻ കറൻ്റ്ലി ചെയ്യുന്നത് 4 ലോട്ടിലാണ്. ഓക്കെ, 260 അതിൽ കവർ ഓർഡർ കൊടുക്കാം. സ്റ്റോപ്പ് ലോസ് കവർ ഓർഡർ ആകുമ്പോൾ സ്റ്റോപ്പ് ലോസ് മാത്രമാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയുക. ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ കഴിയുക. നമുക്ക് ടാർഗറ്റ് വേണ്ട, നമുക്ക് മാനുവൽ എക്സിറ്റ് ചെയ്യാം. അതിൽ തന്നെ മാർക്കറ്റ് ഓർഡറാണ്. ഓക്കെ, സോ എല്ലാ കാര്യങ്ങളും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എൻട്രി വരുമ്പോൾ നമുക്ക് പഞ്ച് ചെയ്യാം. മാർക്കറ്റ് അവർ ലെവലിൽ തന്നെ 1-2 ക്യാൻഡിൽസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. അവിടെ നിന്ന് തന്നെ നല്ലൊരു എൻട്രി വരികയാണെങ്കിൽ 25,100 എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കുറച്ചും കൂടെ പോയിട്ട് ഇന്നത്തെ ഡേ ഹൈ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് 25,150 എങ്ങനെ നോക്കി നോക്കാം നമുക്ക്. ഓക്കെ, എന്തായാലും കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാം. ഡേ ഹൈ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഫസ്റ്റ് 50 മിനിറ്റ് ക്യാൻഡലിൻ്റെ ഹൈയും കൂടെ ആയിട്ട് വരും. ഇന്നത്തെ ഫസ്റ്റ് 50 മിനിറ്റിൻ്റെ ഹൈയും ടാപ്പ് ചെയ്തില്ല, ലോയും ടാപ്പ് ചെയ്തില്ല. സോ അതിൻ്റെ ഹൈ ടാപ്പ് ചെയ്താലും അത് ഒരു അത്യാവശ്യം നല്ല ലിക്വിഡിറ്റി ആയിരിക്കും. ഡേ ഹൈ ആണ്, അതിൻ്റെ കൂടെ ഫസ്റ്റ് 50 മിനിറ്റ് ക്യാൻഡിൽ ഹൈയും കൂടെ ആയിരിക്കും. സോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നല്ലൊരു എൻട്രി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ,
മാർക്കറ്റ് ഡേ ഹൈ ടാപ്പ് ചെയ്ത് ഇന്നത്തെ ഫസ്റ്റ് 50 മിനിറ്റ് ക്യാൻഡിൽ ഹൈ ഒക്കെയാണ് അത് ടാപ്പ് ചെയ്ത്. സോ കുറച്ചും കൂടെ ലിക്വിഡിറ്റിയും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിരിക്കണം. നമുക്ക് ധൈര്യം ഇത് താഴേക്ക് ഒരു എൻട്രി നോക്കാം. കുറച്ചും കൂടെ പ്രോബിലിറ്റി കൂടും. അവിടെ നോക്കുകയാണെങ്കിൽ കാണാം ഫസ്റ്റ് 50 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ഹൈയും കൂടാണ്. അത് നല്ല ഹെവി മൊമെൻറ്റത്തിലാണ് ഇന്ന് ബ്രേക്ക് ചെയ്തത്. രാവിലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള മൊമെൻറ്റം മാർക്കറ്റിലുണ്ട്. നന്നായിട്ട് താഴേക്ക് പോയി ആദ്യം, അതിനുശേഷം വീണ്ടും നല്ല രീതിക്ക് മൊമെൻറ്റത്തോടു കൂടി മേലേക്ക് വന്ന് ഹൈ ടാപ്പ് ചെയ്തു. സോ ഒന്ന് ട്രേഡ് കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മൊമെൻറ്റത്തിൽ തന്നെ ആയിരിക്കും ട്രേഡ് കിട്ടാൻ ചാൻസ് തോന്നുന്നു. ഇനി നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം താഴേക്കുള്ള ഒരു എൻട്രിക്ക്. അതിൻ്റെ മുന്നേ നമുക്ക് സ്ട്രൈക്ക് പ്രൈസ് ഒന്ന് മാറ്റേണ്ടതുണ്ട്. ഇപ്പോൾ ഓൾറെഡി 25,140 റേഞ്ചിലൊക്കെ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് സ്ട്രൈക്ക് മാറ്റി 25,150 ആക്കാം. 25,150 പുട്ട് ഓപ്ഷൻ 7980 റുപ്പീസൊക്കെ ആണ്. ഫ്ലാറ്റ് ട്രേഡിലും അതൊന്ന് മാറ്റി കൊടുക്കാം. 25,150 പുട്ട് ഓപ്ഷൻ ഓൾറെഡി ഇവിടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിൽ ബൈ അടിക്കാം. അതിൽ 260 ക്വാണ്ടിറ്റി 4 ലോട്ട്, കവർ ഓർഡർ, സ്റ്റോപ്പ് ലോസ് 6 പോയിൻറ്റ്, മാർക്കറ്റ് ഓർഡർ നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എൻട്രിക്ക് വേണ്ടി വീണ്ടും വെയിറ്റ് ചെയ്യാം. നമ്മൾ 3 സ്ട്രൈക്കായി ഇപ്പോൾ മാറ്റി മാറ്റി കളിക്കുന്നു. ആദ്യം ഒരു എൻട്രിക്ക് വേണ്ടി നോക്കിയിട്ട് ഇതുവരെ കിട്ടിയില്ല. ഒരു സ്ട്രൈക്ക് സെലക്ട് ചെയ്ത് അതിൽ 25,050 ആണ് സെലക്ട് ചെയ്ത്, അതിൽ കിട്ടിയില്ല. പിന്നെ 25,100 നോക്കിയാലും കിട്ടിയില്ല. ഇപ്പോൾ 25,150 ആണ് നോക്കുന്നത്. അതിലെങ്കിലും കിട്ടിയിരിക്കുന്നു വിചാരിക്കുന്നു. അതിൻ്റെ കൂടെ കോൾ ഓപ്ഷൻ്റെ മൂവ്മെൻറ്റ്, കോൾ ഓപ്ഷനിൽ വലിയ മൗണ്ട് ഒന്നുമില്ല. കാരണം നിഫ്റ്റിൻ്റെ ചാർട്ടിൽ ഡേ ഹൈ ടാപ്പ് ചെയ്ത് മേലേക്ക് പോയി. പക്ഷേ കോൾ ഓപ്ഷനിൽ ഡേ ഹൈ ടാപ്പ് ചെയ്തില്ല. ഡേ ഹൈൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുള്ളൂ. അത്യാവശ്യം DK കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ മറിച്ച് പുട്ട് ഓപ്ഷൻ ചാർട്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെ താഴേക്ക് വരുന്നുമില്ല. കാരണം ഡേ ഹൈ ടാപ്പ് ചെയ്ത് മേലേക്ക് വേണ്ടി നിഫ്റ്റി, പക്ഷേ പുട്ട് ഓപ്ഷനിൽ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ താഴേക്ക് വന്നിട്ടില്ല ഇപ്പോഴും മാർക്കറ്റ്. സോ ഒരു മൊമെൻറ്റം അവിടെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ ചാടി കയറിയൊന്നും എൻട്രി എടുക്കില്ല. പ്രോപ്പറായിട്ടുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എൻട്രി എടുക്കുള്ളൂ. കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. എൻട്രി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത എൻട്രി വരുന്നുണ്ട്. നിഫ്റ്റിയിൽ 25,150 പുട്ട് ഓപ്ഷനുള്ള എൻട്രി നമ്മൾ പ്ലാൻ ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് എൻട്രി എടുക്കുക. അതായത് 77-78 റേഞ്ചിലൊക്കെയാണ് ഇപ്പോൾ ഏകദേശം പ്രീമിയം ഉള്ളത്. നമുക്ക് ആ എൻട്രി എടുക്കാം. ഓക്കെ, ഇവിടെ എൻട്രി എടുത്തിട്ടുണ്ട്. ഇതിൽ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ 6 പോയിൻ്റാണ് നമ്മൾ SL വെച്ചത് ആസ് യൂഷ്വൽ. എൻട്രി വന്ന പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ നല്ലൊരു മൊമെൻ്റ് അവിടെ തന്നെ കിട്ടുന്നുണ്ട്. 77.3 നമ്മൾ എൻട്രി വന്നത്. 77.3 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 77.3 ഓക്കെ, ഇവിടെ നിന്നാണ് നമുക്ക് എൻട്രി വന്നത് കറക്റ്റായിട്ട് 77.3. അതിൽ 6 പോയിൻ്റാണ് SL. 6 പോയിൻ്റ് വരുമ്പോൾ കറക്റ്റായിട്ട് 9 ഓക്കെ, ഇത് 5.95 ആണ്. അതിൻ്റെ തൊട്ടടുത്താണ് SL ഉള്ളത്. ഓക്കെ, സോ നമ്മുടെ എൻട്രി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കി നോക്കാം. ഇതിലിപ്പോൾ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ ചാർട്ടിൽ പ്രീമിയത്തിൽ 1:5 പറഞ്ഞാൽ 30 പോയിൻ്റ് ആയിരിക്കും. ഏകദേശം ഈ റേഞ്ചിലൊക്കെ വരും. 77 107 എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് 1:5 ആയിരിക്കും. 6 പോയിൻ്റ് SL 30 പോയിൻ്റ് ടാർഗറ്റും. പക്ഷേ ഇതിൽ നമ്മുടെ നിഫ്റ്റിൻ്റെ ചാർട്ടിൽ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 2 ഏരിയ ഉണ്ട് ടാർഗറ്റ് വെക്കാൻ പറ്റുക. ഒന്ന് ഒരു ചെറിയൊരു ലിക്വിഡിറ്റി ഏരിയയാണ്, മറ്റേതൊരു പ്രോപ്പറായിട്ടുള്ളൊരു IDX ലെവലുമാണ്. സോ അതിൽ എൻ്റെ എക്സ്പെക്റ്റേഷൻ താഴെ വരെ വരുന്നതാണ്. ഡേലോ ടാപ്പ് ചെയ്തിട്ട് അതിന് താഴെ നമ്മൾ രാവിലെ മാർക്ക് ചെയ്ത് ആ ലിക്വിഡിറ്റി വരെ പോകുന്നതാണ്. പക്ഷെ അവിടെ നിന്ന് ടാർഗറ്റ് വെക്കുന്നില്ല. കാരണം തൊട്ടടുത്ത് തന്നെ 2 ലിക്വിഡിറ്റി ഏരിയാസ് ഉണ്ട്. അതുകൊണ്ട് അതിൽ രണ്ടാമത്തെ ലിക്വിഡിറ്റി ഏരിയ ആണ് ഞാനിപ്പം ടാർഗറ്റ് വെക്കാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്നത്. ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ അതൊരു പ്രോപ്പറായിട്ടുള്ള IDX ലിക്വിഡിറ്റി ഏരിയ ആണ്. 25,050 റേഞ്ചിലുള്ള 25,064.75 ആണ്. അതിൻ്റെ തൊട്ട് മേലുള്ള ലിക്വിഡിറ്റി ഏരിയ പറഞ്ഞാൽ 25,109.95 ആണ്. അതും ഒരു ചെറിയ ലിക്വിഡിറ്റി ഏരിയ ആണ്. അവിടെ ടാപ്പ് ചെയ്ത് താഴേക്ക് വരുമോ അറിയില്ല, അല്ല അവിടെ ടാപ്പ് ചെയ്തിട്ട് മേലേക്ക് കയറുമോ എന്നുള്ള അറിയില്ല. എന്നാലും അത്യാവശ്യം പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. ആ ഒരു ഫസ്റ്റ് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യും, ഫസ്റ്റ് ടാർഗറ്റ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം, ട്രയൽ ചെയ്ത് കോസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുവെക്കാം. എന്നിട്ട് സെക്കൻഡ് ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് സെക്കൻഡ് ടാർഗറ്റ് എത്തുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യാം. കാരണം ഫസ്റ്റ് ടാർഗറ്റ് ടാപ്പ് ചെയ്യാൻ മേലേക്ക് വരാൻ ചിലപ്പം ചാൻസ് ഉണ്ട്. ഒരു ലിക്വിഡിറ്റി ഏരിയ ആണല്ലോ, ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത് എന്തായാലും ഓപ്പോസിറ്റിലേക്ക് പോകാൻ അത് ടാപ്പ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ലിക്വിഡിറ്റി ഏരിയ. സോ ചിലപ്പോൾ മേലേക്ക് കയറാനും ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ താഴേക്ക് പോകാനും ചാൻസ് ഉണ്ട്. രണ്ടിനും ചാൻസ് ഉണ്ട്, പ്രോബിലിറ്റി ഉണ്ട്. ഓവറോൾ താഴേക്ക് പോകാൻ തന്നെയാണ് പ്രോബിലിറ്റി. പക്ഷേ മേലേക്ക് കയറുക എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ടാപ്പ് ചെയ്തിട്ട് ഒന്ന് മേലെ കയറി ചിലപ്പോൾ നമ്മളെ SL അടിച്ചിട്ടായിരിക്കും താഴേക്ക് വരാം. അതിനുള്ളൊരു പ്രോബിലിറ്റിയാണ് ഞാൻ പറഞ്ഞത്. സോ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കോസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുവെക്കാം, അത്രേ ഉള്ളൂ. അതല്ലാതെ താഴേക്ക് പോയില്ല മാർക്കറ്റ് തിരിഞ്ഞ് മേലേക്ക് കയറും എന്നുള്ള രീതിയിലല്ല. ഓക്കെ,
സോ കോസ്റ്റ് കൊണ്ടുവെക്കുന്ന പ്രൈസ് നോക്കുകയാണെങ്കിൽ ഒരു 77 എൻട്രി, ഒരു 80 കൊണ്ടുവെക്കാം നമുക്ക് എസ് എൽ. 3 ഓർഡറായിട്ടാണ് എസ് എൽ വന്നത്, 3 വേറെ ആയിട്ട് തന്നെ മോഡിഫൈ ചെയ്യണം. സോ ട്രിഗർ പ്രൈസ് നമുക്ക് 80 കൊടുക്കാം, ലിമിറ്റ് പ്രൈസ് നമുക്കൊരു 78 കൊടുക്കാം. അത് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. സോ ഒരു ഓർഡർ മോഡിഫൈ, ടോട്ടൽ 260 ഉള്ള സംഭവം 3 ഓർഡറായിട്ടാണ് വന്നത്. 130, 65, 65, 1 ലോട്ട് 2 ലോട്ട് എന്നുള്ള രീതിക്ക്. സോ 3 നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഒന്ന് മാറ്റി. ഇനി അടുത്തത് മോഡിഫൈ, ട്രിഗർ പ്രൈസ് 80 റുപ്പീസ്, പ്രൈസ് നോക്കുകയാണെങ്കിൽ 78 മോഡിഫൈ. ഇങ്ങനെയാണ് നമ്മളൊരു എൻട്രി എടുത്തിട്ട് എസ് എൽ വെച്ച് കഴിഞ്ഞാൽ ആ എസ് എൽ മോഡിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ട്രയലിങ് എസ് എൽ എന്നൊക്കെ പറയില്ലേ, ആ സംഭവമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എസ് എൽ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കും. ഇനി മേലേക്ക് പോകുകയാണെങ്കിൽ ട്രയൽ കയറ്റി കൊണ്ടുപോകാൻ പറ്റും. വേണമെങ്കിൽ അങ്ങനെ കയറ്റി കൊണ്ടുപോകാം, അതല്ലാണ്ടെങ്കിൽ ഡയറക്റ്റ് എക്സിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒറ്റ പ്രാവശ്യം മാത്രമേ ട്രയൽ ചെയ്യുന്നുള്ളൂ, കോസ്റ്റ് ഹൗസിലേക്ക് ട്രയൽ ചെയ്യുന്നുള്ളൂ. ഇനി അടുത്ത ലെവൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് എക്സിറ്റ് ആയിരിക്കും, വേറെ ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യില്ല. അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ, അവിടേക്ക് വരികയാണെങ്കിൽ, അതല്ലാണ്ടെങ്കിൽ ട്രയലിങ് എസ് എൽ അടിച്ച് വെക്കും. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. എസ് എൽ അടിക്കുമല്ലോ എന്തായാലും, ട്രയലിങ് എസ് എൽ അടിക്കുമോ, അല്ലെങ്കിൽ ട്രയലിങ് എസ് എൽ അടിക്കുകയാണെങ്കിൽ ചെറിയൊരു പച്ചലായിരിക്കും ഉണ്ടാവുക. കാരണം നമ്മൾ കറക്റ്റ് ആ ഒരു ബ്രേക്ക് ഇവനിലല്ല വെച്ചത്, ഒരു 2-3 പോയിന്റ് ഒന്ന് കയറ്റിയിട്ടാണ് വെച്ചത്. അപ്പോൾ ചെറിയൊരു പച്ചലായിരിക്കും ഉണ്ടാവുക, നമുക്ക് ലോസ് വരില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇതാവണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരുവാണെങ്കിൽ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ടോ അങ്ങനെ എങ്ങനെയും കാണിക്കാം. ഓക്കെ, ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. ഓക്കെ, നമ്മളെ ട്രേഡ് ഏകദേശം ബ്രേക്ക് ഈവനിൽ എത്തിയിട്ടുണ്ട്. ആ ഒരു ലെവൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ട്രയൽ ചെയ്ത് കൊണ്ടുവച്ചത് അത് എക്സിറ്റ് ആയത് 702 രൂപ പ്രോഫിറ്റിലാണ്. ചെറിയൊരു ഒരു ബ്രേക്ക് ഈവൻ പ്രോഫിറ്റ് എന്ന് പറയാം. നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്ത്, നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ടാപ്പ് ചെയ്തിട്ട് ഒന്ന് താഴേക്ക് പോയിട്ട് അതേപോലെ മേലേക്ക് വരരുത്. അത് ചെറിയൊരു ലിക്വിഡിറ്റി ഏരിയയാണ് അവിടെ ടാപ്പ് ചെയ്ത് മേലേക്ക്. പക്ഷേ നമ്മളെ ടാർഗറ്റ് വെച്ച ലിക്വിഡിറ്റി ഏരിയ കുറച്ചും കൂടെ താഴെയാണ്, ഞാൻ ടാപ്പ് ചെയ്തില്ല. സോ ഫസ്റ്റ് ട്രേഡ് അവിടെ കഴിഞ്ഞു, എൻട്രി എടുത്തു, പ്രോപ്പറായിട്ട് ടാർഗറ്റും എസ് എൽ ഒക്കെ വെച്ചു, ട്രയലിങ് എസ് എൽ വെച്ചു, അത് അടിച്ചു. അതിനുശേഷം ഇനി എന്ത് സംഭവിക്കുന്നുള്ളത് നോക്കി നോക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഒരു അടുത്ത എൻട്രിയും നോക്കി നോക്കാം. അടുത്ത എൻട്രി നോക്കുകയാണെങ്കിലും താഴേക്ക് തന്നെ ആയിരിക്കും. ഇപ്പം മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ താഴേക്ക് തന്നെ ആയിരിക്കും നോക്കുക. ഈ ട്രേഡ് എക്സിറ്റ് ആയത് 80-ലാണ്, കറക്റ്റ് 80 തന്നെയാണ്. നമ്മൾ 80-ലാണ് വെച്ചത്, 80-ലും ലിമിറ്റ് ഓർഡർ വെച്ചത് 78-ലുമാണ്. അത് കറക്റ്റ് 80 തന്നെയാണ് എക്സിറ്റ് ആയത്. ഓക്കെ, ഇനിയിപ്പം അടുത്തൊരു എൻട്രി നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ സെയിം സ്ട്രൈക്കിൽ തന്നെ 25-150 പുട്ട് ഓപ്ഷനിൽ തന്നെ താഴേക്ക് തന്നെ ഒരു എൻട്രി നോക്കാം. വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. നല്ലൊരു എൻട്രി വരികയാണെങ്കിൽ ഒന്നും കൂടെ താഴേക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. ഓക്കെ, അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. നമ്മളെ മാർക്കറ്റ് നിഫ്റ്റി മേലേക്ക് കയറി വീണ്ടും ഡേ ഹൈ ടാപ്പ് ചെയ്തിട്ടുണ്ട്. സോ താഴേക്ക് എൻട്രി നോക്കുകയാണെങ്കിൽ ഇനി കുറച്ചും കൂടെ പ്രോബിലിറ്റി കൂടുതലായിരിക്കും. കാരണം ഡേ ഹൈ ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്ത് അത്യാവശ്യം ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഫസ്റ്റ് 50 മിനിറ്റ് ക്യാൻഡലിൻ്റെ ഹൈയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സെക്കൻഡ് 50 മിനിറ്റ് ക്യാൻഡലിൻ്റെ ഹൈയും കൂടെ ആയിരിക്കും ഇപ്പോൾ ടാപ്പ് ചെയ്തത്. സോ താഴേക്ക് ഒരു എൻട്രി നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല പ്രോബിലിറ്റി ഉള്ള ട്രേഡ് ആയിരിക്കും. ഡയറക്റ്റ് എൻട്രി എടുക്കണം എന്നല്ല, നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ എടുക്കാം. ഇപ്പോൾ മാർക്കറ്റ് 25-160 റേഞ്ചിലാണുള്ളത്. ഇവിടെ നിന്നൊക്കെ ട്രേഡ് കിട്ടുകയാണെങ്കിൽ സെയിം സ്ട്രൈക്ക് തന്നെ മതി, 25-150 തന്നെ മതി. സ്ട്രൈക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചും കൂടെ നല്ല രീതിക്ക് മേലേക്ക് പോകുകയാണെങ്കിൽ 25-170 190 റേഞ്ചിലൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് മാറ്റിയിട്ട് 25-200 ഇട്ട് നോക്കാം. നിലവിൽ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. ലിക്വിഡിറ്റി വീണ്ടും ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മേലുള്ളത്. നല്ല എൻട്രി കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മളെ എൻട്രി ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഇവിടെ നിഫ്റ്റിയിൽ. നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, എൻട്രി എടുത്തിട്ടുണ്ട്. സെയിം സ്ട്രൈക്ക് തന്നെയാണ് 25-150 നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ. അതിൽ ഓർഡറിൽ പോയി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ എൻട്രി പ്രൈസ് 77.5 ആണ്. ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ 77.5 പറയുമ്പോൾ കുറച്ചുകൂടെ മേലേക്കാണ്. 70 ഓക്കെ, 77.5 ഈ ഒരു റേഞ്ചിലാണ്, ഈ ഒരു പോയിന്റിലാണ് നമുക്ക് എൻട്രി കിട്ടിയത്. ചെറിയൊരു പ്രോഫിറ്റിൽ വരുന്നുണ്ട്. അതിൽ 700 റുപ്പീസ് ഓൾറെഡി ഫസ്റ്റ് ട്രേഡിലുള്ള പ്രോഫിറ്റാണ്. ഇനിയിപ്പോൾ ഇതിൽ ടാർഗറ്റ് നമുക്ക് നോക്കി വെക്കാം. ഇതിൽ ടാർഗറ്റ് വെക്കാൻ പുതിയൊരു ലിക്വിഡിറ്റി ഏരിയ മാർക്കറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട് തോന്നുന്നുണ്ട്.
ഡേ ഹൈ വീണ്ടും എടുത്തല്ലോ, അതുകൊണ്ട് ഈ റേഞ്ചിൽ പുതിയൊരു ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ആയിട്ടുണ്ട് 25,083.35. അതുകൊണ്ട് അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്ചേഞ്ച് ഈ ഒരു വരഞ്ഞ ആവശ്യമില്ല, നമുക്ക് ഒഴിവായി കാണാം. വേറെ ചെറിയൊരു ലിക്വിഡിറ്റി ഏരിയയും കൂടെ ഉണ്ട്, നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത പോലെ തന്നെ തൊട്ടടുത്ത് തന്നെ. പക്ഷെ അവിടെ ടാപ്പ് ചെയ്യുമ്പം കാര്യമില്ല. ഈ രണ്ട് ലിക്വിഡിറ്റി ഏരിയ നോക്കുകയാണെങ്കിൽ 25,06 25,0 അത് കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാം. പക്ഷേ അതിൻ്റെ തൊട്ടടുത്തുള്ള ലിക്വിഡിറ്റി ഏരിയ ഇതാണ് 25,105 എന്ന് പറഞ്ഞ ലെവലുണ്ട്. അവിടെ ടാപ്പ് ചെയ്താലും മാർക്കറ്റ് ചിലപ്പോൾ മേലേക്ക് കയറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ എന്തായാലും എക്സിറ്റ് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല, അതിൽ വലിയ പ്രോഫിറ്റ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ട്രയൽ ചെയ്ത് കൊണ്ടേക്കാം കോസ്റ്റ് ഹൗസിലേക്ക്. നമ്മൾ നേരത്തെ ചെയ്ത അതേ സെറ്റപ്പിൽ തന്നെ നമുക്ക് കോസ്റ്റ് ഹൗസിലേക്ക് ട്രയൽ ചെയ്ത് കൊണ്ടേക്കാം. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ മെയിൻ ടാർഗറ്റ് എത്തുന്ന സമയത്ത് നമുക്ക് മാനുവലി എക്സിറ്റ് ചെയ്യാം. ഇപ്പോൾ പ്രീമിയത്തിൽ നോക്കുകയാണെങ്കിൽ പ്രീമിയത്തിൽ 30 പോയിൻ്റ് ആയാൽ 1:5 ആവും. 30 പോയിൻ്റ് പറഞ്ഞാൽ ഏകദേശം ഈ റേഞ്ചിലൊക്കെ ആയിരിക്കും. 77 എൻട്രി, 107 എത്തിക്കഴിഞ്ഞാൽ 1:5 ആവും നമ്മുടെ ട്രേഡ്. പക്ഷെ അത് ഞാൻ നോക്കുന്നില്ല. 1:5 ആയാലും 1:3 ആയാലും ഇനി 1:5 കൂടുതലായാലും എങ്ങനെ ആയാലും ശരി, നിഫ്റ്റിയിലുള്ള പ്രോപ്പർ ടാർഗറ്റ് എത്തുമ്പോഴാണ് ഞാൻ എക്സിറ്റ് ചെയ്യുന്നത്. അത് പ്രകാരം മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ പ്രീമിയത്തിൽ ഇത്ര ആയാൽ 1:5 ട്രേഡ് ആവുമെന്നുള്ളത്. എന്തായാലും ഈ ട്രേഡ് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. എന്തെങ്കിലും ടാർഗറ്റോ എസ്എല്ലോ ഏതെങ്കിലും അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതുവരെ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. ഓക്കെ. നമ്മുടെ ട്രേഡ് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റുള്ള ഒരു ചെറിയൊരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മൊമെൻറ്റം കണ്ടിട്ട് പെട്ടെന്ന് തന്നെ താഴേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ട്രയൽ ചെയ്യേണ്ടി വരില്ല എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അഥവാ മേലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എക്സിറ്റ് ചെയ്യാം. ഞാൻ 3 ഓർഡർ ഒക്കെ ഉണ്ട്. 3 ഓർഡറും മാറി ട്രയൽ ചെയ്ത് കൊണ്ടുവെക്കേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം ഞാൻ ട്രയൽ ചെയ്യുന്നില്ല. എന്താ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് മൊമെൻറ്റം വരുന്നുണ്ട്. അത് അടിയത്തെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. അതല്ല മേലേക്ക് തിരിച്ച് കയറി കോസ്റ്റ് ഹൗസിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഏതാണോ നടക്കുന്നത് ആ ടൈമിൽ നമുക്ക് എക്സിറ്റ് ചെയ്തോളാം. സോ എക്സിറ്റിൻ്റെ വിൻഡോ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ താഴേക്ക് വന്നിട്ട് താഴെയുള്ള ലെവൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് എക്സിറ്റ്. അതല്ല തിരിച്ച് മാർക്കറ്റ് മേലേക്ക് കയറിയിട്ട് നമ്മുടെ പ്രീമിയം പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം കുറച്ച് താഴേക്ക് ഇറങ്ങി കോസ്റ്റ് ഹൗസിലോട്ട് ഒരു 77 എൻട്രി, ഒരു 81 82 റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് എത്തുകയാണെങ്കിൽ സ്പോട്ടിൽ നമുക്ക് മാനുവലി എക്സിറ്റ് ചെയ്താൽ ട്രയൽ ചെയ്യാണ്ട് തന്നെ മാനുവലി എക്സിറ്റ് ചെയ്യാം. സോ ടാർഗറ്റിൻ്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടെ നിന്നൊക്കെ തിരിഞ്ഞു പോയി രസലൊക്കെ അടിക്കുക, അങ്ങനെ സംഭവിക്കും. എന്ത് വേണേൽ സംഭവിക്കാൻ മാത്രമല്ലേ. ടാർഗറ്റിൻ്റെ തൊട്ടടുത്തെത്തി വെച്ചിട്ട് ടാർഗറ്റ് അടിച്ചോളണമെന്നൊരു നിർബന്ധമില്ല. പല എക്സ്പീരിയൻസും നമുക്ക് മാർക്കറ്റിൽ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ എസ്എല്ലിൻ്റെ തൊട്ടടുത്തെത്തി തിരിഞ്ഞു പോയി ടാർഗറ്റ് അടിക്കാം. അതുപോലെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ട് നമ്മൾ പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നിടത്തിൽ തിരിച്ച് വന്നിട്ട് എസ്എൽ അടിക്കാം. എന്ത് വേണേൽ സംഭവിക്കാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്ത് സംഭവിക്കും എന്നുള്ളത്. ഓക്കെ, നമ്മൾ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇനി ഒന്നും നോക്കാനില്ല, നേരെ പോവാം, എക്സിറ്റ് അടിക്കാം. ഓക്കെ, ആ ലെവൽ ടാപ്പ് ചെയ്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ലിക്വിഡിറ്റി ഏരിയയും ടാപ്പ് ചെയ്തിട്ടുണ്ടോണ്ട് നമ്മളെ ഫസ്റ്റ് ട്രേഡിൻ്റെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതും ടാപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, എന്നാലും നല്ലൊരു മൊമെൻ്റൊക്കെ വരുന്നുണ്ട്. ഇനി എത്ര മൊമെൻ്റ് വന്നാലും നമുക്ക് വിഷയമല്ല. നമുക്ക് ആവശ്യമുള്ളത് ഇതാ ഇവിടെ കെട്ടിയിട്ടുണ്ട് 10,699, 10,700 നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 115.95 നമ്മൾ എക്സിറ്റിങ്. 115.95 പറയുമ്പം 115.95 ഏകദേശം ഈ റേഞ്ചിലാണ്. 38 പോയിന്റോളം ടാർഗറ്റ് അടിച്ചിട്ടുണ്ട് നമുക്ക്. 38 പറഞ്ഞാൽ 1:5 1:6 കൂടുതലുണ്ട് ടാർഗറ്റ്. 1:6 കൂടുതൽ ടാർഗറ്റ്. ഓക്കെ, അത്യാവശ്യം നല്ലൊരു ട്രേഡാണ്. നമ്മൾ നേരത്തെ ലിക്വിഡിറ്റി ഏരിയ അവിടെയാണ്. അതും പ്രോപ്പറായിട്ടുള്ള ഒരു ഐഡിക്സ് തന്നെയാണ്. അവിടെ അതും ടാപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇനി ചിലപ്പോൾ മേലേക്ക് എൻ്റെ ഓവറോൾ വ്യൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴേക്ക് തന്നെയാണ്. പക്ഷേ ഇവിടുന്ന് ഇത്ര ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ കുറച്ചൊന്ന് മേലേക്കൊക്കെ കൺസോളിഡേറ്റ് ചെയ്തിട്ടായിരിക്കും വരാം. അതുകൊണ്ടാണ് നമ്മൾ എക്സിറ്റ് ചെയ്ത്. അല്ലാണ്ട് അതിന് വേണമെങ്കിൽ ലോ വരെ നമുക്ക് ഹോൾഡ് ചെയ്യാമായിരുന്നു. ഓക്കെ, സോ ഇന്നത്തെ ട്രേഡ് 2 ട്രേഡ് എടുത്തു. ഫസ്റ്റ് ട്രേഡ് കോസ്റ്റ് ഹൗസിൽ എക്സിറ്റ് ആയി. അതും 1:5 ഒക്കെ പോയതിന് ശേഷമാണ് വന്ന് കോസ്റ്റ് ഹൗസിൽ അടിച്ചത്. അതിന് ശേഷം അടുത്ത ട്രേഡ് നമ്മൾ പ്രോപ്പർ ടാർഗറ്റ് അടിച്ചപ്പോൾ നമ്മൾ ഇറങ്ങുകയും ചെയ്തു. ഇനി അടുത്തൊരു എൻട്രി നോക്കണമെന്നുണ്ടെങ്കിൽ
നിലവിൽ ഈ ഒരു റേഞ്ചിൽ നിന്നൊക്കെ എൻട്രി നോക്കുകയാണെങ്കിൽ താഴേക്ക് തന്നെ ആയിരിക്കും നോക്കുക. മേലേക്ക് എൻട്രി നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ മാർക്ക് ചെയ്താൽ ലെവൽ ടാപ്പ് ചെയ്യണം. 24919.8 ഈ ഒരു റേഞ്ച് ടാപ്പ് ചെയ്താൽ മേലേക്ക് എൻട്രി നോക്കുള്ളൂ. അതല്ലാതെ താഴേക്ക് നോക്കാനുള്ള നല്ല എൻട്രീസൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഡേ ഹൈ ടാപ്പ് ചെയ്ത് ഈ ഒരു റേഞ്ചിൽ നിന്നൊക്കെ എൻട്രി കിട്ടിയിട്ട് കാര്യമുള്ളൂ. ഇവിടുന്ന് ഇപ്പോൾ എൻട്രി കിട്ടുകയാണെങ്കിൽ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ നല്ല എൻട്രി ആണെങ്കിൽ എടുക്കും, താഴേക്ക് ഇനിയും കിട്ടുകയാണെങ്കിൽ എടുക്കാം. പക്ഷെ അതല്ലാതെ നല്ല എൻട്രി എന്ന് പറഞ്ഞാൽ ആ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് ആ ഒരു റേഞ്ചിൽ നിന്ന് തന്നെ എൻട്രി കിട്ടണം നമുക്ക്. ഓക്കെ, അവിടെ നിന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല മൊമെൻറ്റം കിട്ടാനും ചാൻസ് ഉണ്ട്. അതേപോലെ നല്ല റിസ്ക് റിവാർഡ് കിട്ടാനും ചാൻസ് ഉണ്ട്, ഒക്കത്തിന് ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഇന്നത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് എടുക്കുകയാണെങ്കിലും ഡേലോ വരെ ഒക്കെ ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹ്യൂജ് മൂവ്മെൻറ്റും ഒക്കെ കിട്ടും. കാരണം മാർക്കറ്റിൽ അത്യാവശ്യം നല്ല നമ്മളിന്ന് എൻട്രി എടുക്കാൻ വേണ്ടി രാവിലെ നോക്കിയ സമയത്ത് 3 സ്ട്രൈക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഒരു സ്ട്രൈക്ക് സെലക്ട് ചെയ്ത് അതൊന്ന് മാറ്റി തൊട്ടടുത്തത് സെലക്ട് ചെയ്ത് അതൊക്കെ എന്തുകൊണ്ട് മാറ്റിയത്, മാർക്കറ്റ് അത്രയും മേലെ കയറിയിട്ടുണ്ട്. 3 സ്ട്രൈക്കിൻ്റെ അത്രയും ഡിസ്റ്റൻസ് മാർക്കറ്റ് മേലെ കയറിയിട്ടുണ്ട്. അതേപോലെ തന്നെ താഴേക്കും വരണമല്ലോ ഡേലോ ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് എൻട്രി കിട്ടുകയാണെങ്കിൽ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നോർമൽ കേസിൽ മാർക്കറ്റിൽ എത്ര മൂവ്മെൻറ്റ് ഇല്ലാത്ത സമയത്ത് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് ആ ടാപ്പ് ചെയ്ത ഏരിയയിൽ നിന്ന് തന്നെ കുറച്ച് നേരം കൺസോൾട്ടേറ്റ് ചെയ്ത് അവിടെ നിന്ന് തന്നെ എൻട്രി കിട്ടുകയാണെങ്കിൽ എടുക്കുകയാണ് നല്ലത്. അവിടെ നിന്ന് അത്യാവശ്യം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് അത്യാവശ്യം മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻട്രി ഒഴിവാക്കുന്നതാണ് നല്ലത്. പക്ഷെ ഇന്നത്തെ കേസ് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. എന്തായാലും കുഴപ്പമില്ല, ഇനി വെയിറ്റ് ചെയ്ത് നോക്കാം. നല്ല എൻട്രി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളെ മാർക്കറ്റൊക്കെ ക്ലോസ് ആയി. ഇന്ന് വേറെ ട്രേഡൊന്നും ഇല്ല. ഇനി രാവിലെ എടുത്ത 2 ട്രേഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഓർഡറിൽ കാണാം അതിൻ്റെ സോറി അത് ഞാൻ ക്യാപ് കട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ആക്കിനി, VPN കണക്ട് ചെയ്തിന്, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കിട്ടാത്തത്. ഓക്കെ, 10600 നമ്മൾ രാവിലെ എടുത്ത 2 ട്രേഡ് മാത്രമേ ഉള്ളൂ. വേറെ ട്രേഡും കാര്യങ്ങളൊന്നുമില്ല. 77 റുപ്പീസിൽ 10.5 എടുത്തതും പിന്നെ 10.35 എടുത്തതും. അതിൽ രണ്ടാമത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ 10.35 എടുത്തിട്ട് ആകെ 41 വരെ ഹോൾഡ് ചെയ്യുള്ളൂ. ഒരു 5-6 മിനിറ്റ് കൊണ്ടാണ് നമുക്ക് ആ ഒരു പ്രോഫിറ്റ് കിട്ടിയത്. എത്ര, 10,000 രൂപ. ഒരു 700 രൂപ ഫസ്റ്റ് ട്രേഡിലുള്ള ചെറിയൊരു ടാർഗറ്റ് ഉണ്ടേനി, ടാർഗറ്റല്ല ബ്രേക്ക് വേണ്ടേനി. അപ്പോൾ അത് കുറച്ചാൽ ഏകദേശം ഒരു 10 രൂപ നമുക്ക് വെറും 6 മിനിറ്റ് കൊണ്ടാണ് 10,000 രൂപ കിട്ടിയത്. പിന്നെ നമ്മളിന്ന് ടോട്ടൽ മാർക്കറ്റിൽ ഇരുന്ന ടൈം നോക്കുകയാണെങ്കിൽ ഞാനിന്ന് മാർക്കറ്റിൽ വരുന്നത് ഒരു 9:30 ആയപ്പോഴാണ്. പിന്നെ ഈ സെക്കൻഡ് ട്രേഡ് കഴിഞ്ഞതിന് ശേഷം ഒരു 10:40 ആയപ്പോൾ തന്നെ ഞാൻ മാർക്കറ്റിൽ നിന്ന് പോയി. രാവിലെ ചായ കുടിക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് മാർക്കറ്റിൽ വരുന്നത്, പിന്നെ മാർക്കറ്റ് നോക്കിയില്ല. പുറത്തുനിന്ന് ഫോണിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ വേറെ നല്ല എൻട്രി ഒന്നും കിട്ടിയിട്ടുമില്ല. അപ്പോൾ ആകെ മൊത്തത്തിലൊരു 1.5-2 മണിക്കൂറൊക്കെ മാർക്കറ്റിൽ നിന്ന് ഇരുന്നിട്ടുള്ളൂ. അതിനുശേഷം വേറെ ഓരോ പരിപാടിയായിട്ട് പോയി. എന്തായാലും ആ ടൈമിൽ തന്നെ നമുക്ക് ഈ മാർക്കറ്റിൽ ഇരുന്ന ടൈമിൽ തന്നെ നല്ല അടിപൊളി എൻട്രി കിട്ടുകയും ചെയ്ത് അത് എടുക്കുകയും ചെയ്ത്. ഇനിയിപ്പോൾ നാളത്തേക്കുള്ളതാണ്. നാളെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നല്ല മാർക്കറ്റ് വന്നത്, നല്ല എൻട്രി കിട്ടി, നല്ല പ്രോഫിറ്റ് കിട്ടി. പക്ഷേ ഞാൻ പ്ലാൻ ചെയ്തതല്ല, ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് മാർക്കറ്റ് ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ ടാപ്പ് ചെയ്തില്ല. അതിന് തൊട്ടടുത്ത് വരെ രാവിലെ വന്ന വരവ് തന്നെ ഉള്ളൂ. രാവിലെ അത്യാവശ്യം നല്ലൊരു മൊമെൻ്റ് താഴേക്ക് വന്നു. അതിനുശേഷം മേലേക്ക് കയറി ഡേ ഹൈക്ക് ടാപ്പ് ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും താഴെ ഈ ലെവൽ ടാപ്പ് ചെയ്യും, താഴെ ഡേലോയും അതിനുശേഷം ഈ ഒരു ലെവലും ടാപ്പ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ടാപ്പ് ചെയ്യാൻ വന്നില്ല. വേറെ ഇവിടെ നിന്നൊക്കെ എൻട്രി എടുത്തതിന് വെച്ചാൽ ചിലപ്പോൾ മെസ്സേജ് അടിക്കുന്നു. ഇവിടെ നല്ല എൻട്രി കിട്ടിയിട്ടില്ല. ഇനി കിട്ടിയിട്ട് എടുക്കുകയാണെങ്കിലും മെസ്സേജ് അടിക്കും. കാരണം മാർക്കറ്റ് വീണ്ടും മേലേക്ക് തന്നെയാണ് പോയത്. സോ ആ ലിക്വിഡിറ്റി പ്ലാൻ ചെയ്തപോലെ ടാപ്പ് ചെയ്തില്ല. ടാപ്പ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അപ്സൈഡിലേക്ക് ഇന്ന് വേറെ എൻട്രി കാര്യങ്ങളൊന്നും ഇല്ല. ഈ സ്ഥലത്തു നിന്നൊന്നും ഞാൻ അപ്സൈഡിലേക്ക് നോക്കിയിട്ടേ ഇല്ല. കാരണം ഞാൻ പ്ലാൻ ചെയ്ത ലിക്വിഡിറ്റി ഇവിടെ അപ്സൈഡിലേക്ക് ഇന്ന് ഇത് ടാപ്പ് ചെയ്താൽ മാത്രമേ എൻട്രി എടുക്കുള്ളൂ എന്നുള്ള പ്ലാനിലാണ് മാർക്കറ്റിലേക്ക് വന്നത് തന്നെ. ഇനി ഇവിടെ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ ഡൗൺ സൈഡിലേക്ക് നോക്കിയിട്ടുണ്ടാവും. എന്തായാലും അതിനുശേഷം വീണ്ടും മാർക്കറ്റ് മേലെ കയറി ഡേ ഹൈ ടാപ്പ് ചെയ്തു. അത്യാവശ്യം ബുള്ളിഷ് ആയിട്ട് ഒരു 0.51 അപ്പായിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ഇനി എന്തായാലും നമുക്ക് നാളെ നോക്കാം. ഇന്നിപ്പം ട്യൂസ്ഡേ വെനസ്ഡേ, നാളെ നോക്കാം. ഇന്നിപ്പോൾ എക്സ്പയറി ഡേ കഴിഞ്ഞ് നാളെ പുതിയ എക്സ്പയറി ആണ്. ഓക്കെ, ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.